Good morning. Share it, data. Okay, screen clear, alle? Okay, alle? Okay, alle? Yes. Okay. നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? ഏതൊക്കെയായിരുന്നു ടെസ്റ്റുകൾ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്. അങ്ങനെ ടെസ്റ്റുകളെ നമുക്ക് 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലെ? അതിന് ഓരോ ടെസ്റ്റുകളും അതിനകത്ത് സബ് പറയുന്നുണ്ട് കേട്ടോ. അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ തന്നെ വീണ്ടും 4 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഇന്റലിജൻസ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമോട്ടോർ ടെസ്റ്റ്, ക്ലിനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? അതിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇന്റലിജൻസ് ടെസ്റ്റും കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില് ഇന്റലിജൻസ് ടെസ്റ്റും മെക്കാനിക്കൽ ഇന്റലിജൻസ് ടെസ്റ്റ് ഫസ്റ്റ് മാത്രമല്ല കഴിഞ്ഞത് അല്ലെ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞു, ഇന്റലിജൻസ് ടെസ്റ്റ്, അത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന? ഇന്റലിജൻസ് ടെസ്റ്റ് ഈസ് designed to provide a basic idea about an individual mental ability. അല്ലെ? ഒരു മെന്റൽ എബിലിറ്റി എങ്ങനെയാണ് അത് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇന്റലിജൻസ് ടെസ്റ്റ്. അതില് ആ കാൻഡിഡേറ്റ്സ് എങ്ങനെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെ? അവരുടെ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ? ഇനി നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഭിരുചി. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കാൻഡിഡേറ്റ്സ് മെക്കാനിക്കൽ മേഖലയിലെ, അതായത് മെക്കാനിക്കായിട്ട് ഇപ്പൊ ഇലക്ട്രോണിക് കാര്യങ്ങള് അല്ലെങ്കിൽ യന്ത്രങ്ങള്, ഇതൊക്കെ നമ്മൾ അവർക്ക് ഇപ്പൊ ഒരു ജോലിയിൽ നമ്മൾ കയറുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഉപകരണങ്ങള് അല്ലെ? ഇപ്പൊ ഇലക്ട്രോണിക് കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനും കൂടി അയാൾ അറിഞ്ഞിരിക്കണം അല്ലെ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ അവിടെ എന്തെങ്കിലും ഉപകരണങ്ങൾക്കൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ ജസ്റ്റ് അതേക്കുറിച്ച് ഒരു അറിവ് കൂടി വേണം അല്ലെ? അതൊന്ന് നന്നാക്കാനോ അല്ലെങ്കിൽ എന്താണ് തകരാറ് പറ്റിയതെന്ന് നോക്കാനോ അങ്ങനെയുള്ള ഇതും കൂടി വേണം. അതാണ് ഈ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ആശയങ്ങളും തത്വങ്ങളും മനസ്സിലാക്കാനും ഉപയോഗിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് അവിടെ നോക്കുന്നത്. അതിനോടുള്ള അഭിരുചിയാണ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ ഓൾസോ കോൾഡ് മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. These tests are assessed by most of the employers. Employers ആണ് ഇത് അസസ് ചെയ്യുന്നത് അല്ലെ? ഈ ടെസ്റ്റ് ആരെ നടത്തുന്നത്? most of the employees. For example, Navy, Army, Air Force and many private organizations. ഇപ്പൊ നേവിയില് അതുപോലെ തന്നെ ആർമി ആ ഒരു ജോലിക്ക് എയർഫോഴ്സ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്.
Okay, these tests are used by employer during the phase of job application, and doing well in these tests means that the candidate is capable for the job he is looking for. അതായത് എംപ്ലോയർ അന്വേഷിക്കുന്ന ജോലിക്ക് ആ കാൻഡിഡേറ്റ്സ് capable ആണോ അല്ലെ? അതാണ് ഏത് പറയുന്നത് ഈ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി ചെയ്യുന്നത്. അതായത് ആ ഒരു എംപ്ലോയർ അന്വേഷിക്കുന്ന ജോലിക്ക് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ആ കാൻഡിഡേറ്റ്സ് മെക്കാനിക്കലി ഫിറ്റ് ആണോ? അതായത് എന്താ, ഇപ്പൊ നമ്മൾ ഏത് ജോലിയാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഉപകരണങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അതിനെന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രിക് സർക്യൂട്ട്സുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരികയാണെങ്കിൽ അതും കൂടി ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് അവര് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, അയാൾക്ക് ജസ്റ്റ് ഡ്രൈവിംഗ് മാത്രം പോരാ, അതിൽ ഇപ്പൊ നമ്മൾ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ബ്രേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വല്ല കംപ്ലൈന്റ് വന്നാൽ എന്താണെന്ന് നോക്കാനുള്ള ഒരു ഇത് കൂടി വേണ്ടേ അല്ലേ? എന്താണ് എന്ന് നോക്കാനുള്ള ഒരു ഇത് കൂടി വേണം. ഇപ്പൊ നമ്മള് ടൂ വീലർ നമ്മൾ കൊണ്ടു നടക്കട്ട്, പെട്ടെന്ന് ഓൺ ദ വേയിൽ എന്തെങ്കിലും പറ്റി, നമ്മൾ ജസ്റ്റ് അതൊന്ന് എന്താണ് പറ്റിയെന്ന് നമുക്കൊന്ന് അറിയണ്ടേ അല്ലെ? അങ്ങനെ ആ ഒരു ഇതും കൂടി വേണം. ജസ്റ്റ് ആ ജോലി മാത്രമല്ല, ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളും കൂടി എങ്ങനെയാണ് അല്ലെ അത് ഹാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് എന്താണ് കംപ്ലൈന്റ് എന്നും കൂടി നോക്കാനുള്ള ഒരു കഴിവും കൂടി വേണം. Every candidate seeking a new job in the mechanical field, ഈ മെക്കാനിക്കൽ ഫീൽഡില് പുതിയ ജോലി അന്വേഷിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും അല്ലെങ്കിൽ പുതിയ പൊസിഷനിലേക്ക് ഓർ പ്രൊമോഷൻ ടു എ ന്യൂ പൊസിഷൻ, ഒരു പുതിയ പൊസിഷനിലേക്ക് ജോലി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന, പ്രൊമോഷൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സും ഈസ് റിക്വയർഡ് ടു പാസ് ദിസ് ടെസ്റ്റ് ബിഫോർ ഹി ഈസ് ഓഫേർഡ് ദ ജോബ്. ആ ജോലി ഓഫർ ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം? ഈ ടെസ്റ്റ് പാസ് ആവണം. Required to pass this test. ഏത് ടെസ്റ്റ്? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്ത് ചെയ്യണം? പാസ് ആവണം എന്നാ പറഞ്ഞേക്കുന്നത്. ആ ഒരു പൊസിഷനിലേക്ക് നമ്മള് അല്ലെങ്കിൽ പുതിയ മെക്കാനിക്കൽ ഫീൽഡിലെ ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സ്, അല്ലെങ്കിൽ പുതിയ പൊസിഷനിലേക്ക് പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ആ ജോലിയിലേക്ക് കയറുന്നത് അല്ലെങ്കിൽ ജോലി ഓഫർ ചെയ്യുന്നതിന് മുന്നേ ഈ ടെസ്റ്റ് പാസ് ആയിരിക്കണം. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. മൂന്നാമത്തെ സെന്റൻസ് നോക്കിയേ. These tests are used by employer during phase of job application, and doing well in this test means that the candidate is capable of the job he is looking for. മനസ്സിലായോ? അതായത് ഇപ്പൊ ഏതൊരു പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നേ, ആ ഒരു കാര്യം മാത്രം പോരാ. ഇപ്പൊ നമുക്കൊരു ഓഫീസിലാ ജോലി കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടറിലാണ്, ഓഫീസ് വർക്കാണ്, കമ്പ്യൂട്ടർ ചെയ്യാണ്, പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയാല് നമ്മൾ അതെന്താണെന്ന് നോക്കാനും അതിനെ കുറിച്ചൊരു ഇതും വേണം. ഓക്കെ, ക്ലിയർ ആയോ? അത് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഏത് പൊസിഷനാണ് നമ്മൾ നിർവഹിക്കുന്നത് അവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അഭിരുചി ഉണ്ടോ, അതാണ് നോക്കുന്നത്. അത് ടെസ്റ്റ് ചെയ്യാണ്. ഇനി അടുത്തതാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. Psychomotor tests are considered for evaluating the capability of an individual with respect to a particular job. സൈക്കോമോട്ടർ ടെസ്റ്റ് എന്താ പറയുന്നത്? ഇവാലുവേറ്റിംഗ് ദ കേപ്പബിലിറ്റി, കഴിവാണ്, കഴിവ് ഓൺ ആൻ ഇൻഡിവിജ്വൽ വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോലിയില് ആ ഇൻഡിവിജ്വലിന്റെ കഴിവ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്കോമോട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, this test also help in taking any decision on the mental skill and motor ability and also some other qualities where an individual need to use his muscular movements and control and coordination are involved. ഇവിടെ നോക്കിയേ, ഈ സൈക്കോമോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ, നമുക്ക് ഈ കാൻഡിഡേറ്റ്സ് നമ്മളൊരു പൊസിഷനിലേക്ക് ഇരിക്കുമ്പോൾ അവർക്കുടെ ഒരു മെന്റൽ സ്കില്ല്, പിന്നെ അതുപോലെ തന്നെ മോട്ടോർ എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അവർക്കുടെ ആ ഒരു മൂവ്മെന്റ്, എല്ലാ ചലനങ്ങളെയും
കൺട്രോൾ ചെയ്യാനായിട്ട്. ഇനി ചില ജോലികൾക്ക് മോട്ടോർ എബിലിറ്റി വേണം. അതായത് നല്ല അധ്വാനമുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെ അതിനുള്ള ഒരു മസ്കുലർ മൊമെന്റ് വേണം. ഒരു ആരോഗ്യമില്ല ക്ഷീണിച്ച ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് അധ്വാനമുള്ള ജോലിയിലേക്ക് കൊണ്ടുവന്ന് ഇടാൻ പറ്റുമോ? എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യണമെങ്കിൽ അവർക്ക് അവർക്ക് അതിനുള്ള ആ ഒരു ഹെൽത്തി ആയിരിക്കണം, ശരീരം അതിനെ കൊണ്ടുള്ള ഒരു ഇതായിരിക്കണം അല്ലെ, ശരീരവും കൂടി ആ ജോലിക്ക് ആപ്റ്റ് ആയിരിക്കണം. അതാണ് this test also help in taking any decision on mental skill and motor ability. mental കഴിവുകള്, motor ability, motor എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്, അവർക്ക് മൂവ്മെന്റ് ചെയ്യാനുള്ളത്, അതായത് നമ്മൾ ഫിസിക്കലി അവർ ഇതായിരിക്കണം. ആൻഡ് ഓൾസോ സം അതർ ക്വാളിറ്റീസ് വേർ ദ ഇൻഡിവിജ്വൽ needs to use his muscular movements അല്ലെ, മസിൽസ്, അതായത് അവർക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ ഉള്ള നല്ലൊരു ഇത് വേണം. ആൻഡ് ഹിസ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതിന്റെ നിയന്ത്രണവും അതുപോലെ തന്നെ കോർഡിനേഷൻ, ഏകോപനവും ഉൾപ്പെടുന്ന മറ്റു ഗുണങ്ങളെ കുറിച്ച് തീരുമാനിക്കാനും എന്ത് ചെയ്യുന്നു, ഈ ടെസ്റ്റ് സഹായിക്കുന്നു. This test are used to select workers for semi-skilled, കണ്ടോ, ഏതോ സെമി സ്കിൽഡ് ലബോറിയസ് വർക്ക്, ലബോറിയസ് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം നിറഞ്ഞ ജോലികള്, ലബോറിയസ് കഠിനാധ്വാനം നിറഞ്ഞ ജോലികൾ, such as packing, testing, examination, assembling work തുടങ്ങിയ കഠിനാധ്വാനം നിറഞ്ഞ ജോലികൾക്ക് ഈ സൈക്കോമോട്ടോർ ടെസ്റ്റ് അത്യാവശ്യമാണ്. ഇതിനകത്ത് പറയുന്നത് ആ കാൻഡിഡേറ്റ്സ് ഏത് പൊസിഷനിലേക്കാണോ ഇരിക്കുന്നത് അതിന് അവര് എന്താ പറയാ ഫിസിക്കലി, അതായത് അവർക്ക് നല്ല, ഇപ്പൊ എക്സാമ്പിൾ പോലെ പറഞ്ഞേക്കുന്നത് ഒരു നല്ലൊരു കഠിനാധ്വാനമുള്ള ജോലിയിലേക്കാണ് ആ കാൻഡിഡേറ്റ്സിനെ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് വേണം, അതിനുള്ള ഒരു കഴിവ് വേണം, മസ്കുലർ മൂവ്മെന്റ്സ് അല്ലെ, അവർക്ക് നല്ലോണം ചെയ്യാനും ഓടാനും ചാടാനും പെട്ടെന്ന് ചെയ്യാനുമുള്ള ആ ഒരു കഴിവ് വേണം. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് അതില് ഫോർ ഇവാലുവേറ്റിംഗ് ദ കേപ്പബിലിറ്റി, കഴിവ് നോക്കാണ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ ജോബ്. ആ ഒരു ജോലി പെർഫോം ചെയ്യാൻ ആ ഇൻഡിവിജ്വലിന്റെ കേപ്പബിലിറ്റി, കഴിവാണ് അവിടെ നോക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് നോക്കിയോ, this test also help in taking any decision on the mental skill, motor ability and some other qualities. പിന്നെ അടുത്ത ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ, these tests are used to select the workers for semi-skilled laborious jobs, packing, testing തുടങ്ങിയ കഠിനാധ്വാനം നിറഞ്ഞ ജോലികള് ആണ് ലബോറിയസ് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ അവര് എന്താണ്, അവരതുകൊണ്ട് ശരീരം ഓക്കെ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. അവിടെ മോട്ടോർ എബിലിറ്റി ആണ്, മോട്ടോർ എബിലിറ്റി അതാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ്. മെന്റൽ സ്കില്ലും മോട്ടോർ എബിലിറ്റി ക്ലിയർ ആയില്ലേ അത്. ഇനി അടുത്തതാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ നാലാമത്തെയാണ് കേട്ടോ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലറിക്കൽ ജോലികള്, ഓഫീസ് വർക്കുകളൊക്കെ അല്ലെ ക്ലറിക്കൽ പരമായിട്ടുള്ളത്. These tests are designed with the purpose of recognizing such candidates who are capable of working actively and perfectly in administrative roles. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെ ആക്റ്റീവായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ capable ആണോ, അതാണ് അത് നിർണ്ണയിക്കുന്നതാണ്, അതിനു വേണ്ടിയിട്ടുള്ളതാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ, purpose of recognizing such candidates who are capable of working actively and perfectly in administrative role. Administrative ഭരണപരമായിട്ടുള്ള ജോലികളില് അവര് ആക്റ്റീവായിട്ട് പെർഫെക്റ്റ് ആയിട്ട് capable ആണോ, കഴിവുണ്ടോ അത് തിരിച്ചറിയുന്ന ആ കാൻഡിഡേറ്റ്സിലെ ആ കഴിവ് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. Any mistake in billing, ഇനി അവർക്ക് ക്ലറിക്കൽ ആയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്ത ഒരാളെ ബില്ലിംഗ് സെക്ഷനിലേക്ക് ഇടാൻ പറ്റൂല നമുക്ക് അല്ലെ. എനി മിസ്റ്റേക്ക് ഇൻ ബില്ലിങ്ങില് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങില് ഓർ ഷിപ്പിംഗ് ഇൻഫർമേഷൻ. എന്താ ഷിപ്പിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ
നമുക്ക് ഗുഡ്സ് ഒക്കെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ചെയ്യൂലേ, അതൊക്കെയാണ് ഷിപ്പിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. റെസിപ്പിയന്റ് ഡീറ്റെയിൽസ്, പാക്കേജ് ഡൈമെൻഷൻസ്, വെയിറ്റ്, നമ്പർ, ഇങ്ങനെയൊക്കെ ഇത് നമ്മളെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ ചെയ്യൂലേ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഗുഡ്സിന്റെ ഒക്കെ കാര്യങ്ങള് അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഷിപ്പിംഗ് ഇൻഫർമേഷൻ മേ കോസ് എ ബിഗ് ലോസ് ടു ദ ഓർഗനൈസേഷൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് കൈകാര്യം ചെയ്യാൻ ആ കാൻഡിഡേറ്റ്സ് പെർഫെക്റ്റ് ആണോ, അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബില്ലിങ്ങിലോ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ഇപ്പൊ ഷിപ്പിംഗ് ഇൻഫർമേഷൻ ഇതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എന്ത് പറ്റും? മിസ്റ്റേക്ക് വന്നാൽ എന്ത് പറ്റും? ആ ഓർഗനൈസേഷന് വലിയ നഷ്ടം വരൂലേ, അല്ലെ? ബില്ലൊക്കെ എഴുതി വിടുമ്പോ ഒരു സീറോന്റെ ഇത് മതി, വലിയൊരു എമൗണ്ട് മാറിപ്പോകും അവിടെ, ഇല്ലേ? അപ്പൊ എന്താ പറഞ്ഞേക്കണേ, ഇങ്ങനെ എന്തെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഓർഗനൈസേഷന് വലിയ നഷ്ടം വരും. That organization uses this test while hiring people for clerical job. Underline ചെയ്തോട്ടാ സെന്റൻസ്. ഈ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഏതിനാണ് ഓർഗനൈസേഷൻ നോക്കുന്നത്? ഹയറിംഗ് പീപ്പിൾ ഫോർ ക്ലറിക്കൽ ജോബ്. ക്ലറിക്കൽ ജോലിക്ക് എന്താ പറയാ, ഓർഗനൈസേഷൻ ആളുകളെ കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നതിന്, കാഷ്യർ ആയിട്ട് നിയമിക്കുന്നതിന്, വെയർഹൗസ് വർക്കേഴ്സ്, ബാങ്ക് സ്റ്റാഫ് തുടങ്ങിയ മേഖലകളില് എന്താ കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നതിന് എന്തായാലും ഇത് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നോക്കണം, ചെയ്യണം. ക്ലറിക്കൽ ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പൊസിഷനിലേക്ക് കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നതിന്, കാഷ്യർ ആയിട്ട് നിയമിക്കുന്നത്, വെയർഹൗസ് വർക്കേഴ്സ് ആയിട്ട്, ബാങ്ക് സ്റ്റാഫ് ഒക്കെ ആയിട്ട് നിയമിക്കുന്നതിന് എന്ത് നോക്കണം? കാൻഡിഡേറ്റ്സിന് ഈ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നോക്കണം. Where high concentration and accuracy are most important. ഇവിടെ എന്ത് വേണം? ഇങ്ങനെയുള്ള ക്ലറിക്കൽ ജോലികൾ ചെയ്യുമ്പോൾ എന്ത് വേണം? നല്ല കോൺസെൻട്രേഷൻ വേണം, അല്ലെ? ആൻഡ് ആക്യുറസി, കൃത്യതയും വേണം അവിടെ. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസില് അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബ്സില് ഒക്കെ കാഷ്യർ ആയിട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവിടെ കോൺസെൻട്രേഷൻ വേണം. നമ്മൾ വേറെ വല്ലതൊക്കെ ആലോചിച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ എഴുതി വരുമ്പോഴത്തേക്കും മാറിപ്പോലെ, അതൊക്കെ കണക്കിൽ വെച്ച് തെറ്റ് വരും. അവർക്ക് എന്ത് വേണം? കോൺസെൻട്രേഷനും ആക്യുറസി. ആ കണക്കുകളും കാര്യങ്ങളും കൃത്യമായിരിക്കണം, ആക്യുറസി വേണം. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. Concentration and accuracy. These tests evaluate particular abilities required for official work. ഓഫീസ് വർക്കുകൾക്ക് നമുക്ക് ആ കാൻഡിഡേറ്റ്സിന് എബിലിറ്റി ഉണ്ടോ, ആവശ്യമായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ, കഴിവുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടേ. These tests evaluate particular abilities required for official work. അതായത് ഓഫീസ് വർക്കുകൾക്ക് ഈ റിക്വയർഡ് ആയിട്ടുള്ള എബിലിറ്റി അവർക്കുണ്ടോ അത് ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. This test may include spelling, copying, computeration, word measuring, comprehension, etc. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ സ്പെല്ലിംഗ് കാര്യങ്ങള്, കോപ്പി ചെയ്യാനുള്ള ഇത്, കമ്പ്യൂട്ടർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ, വേർഡ് മെഷറിംഗ്, കോംപ്രിഹെൻഷൻ, ഇങ്ങനെയുള്ളതൊക്കെ അതിനകത്ത് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ടാണ്. അണ്ടർലൈൻ ചെയ്തോട്ട് ആ കാര്യങ്ങള്. These tests are variable in nature due to the variety of job requirements. ഇനി ജോലിയുടെ വൈവിധ്യം അനുസരിച്ച് ഈ ടെസ്റ്റുകളിൽ എന്താ അതിന്റെ ടെസ്റ്റ് ചെയ്യുന്നതില് അല്ലെ അത് വ്യത്യാസപ്പെടുന്നെന്ന്. ഒരു ജോലിക്കുള്ള ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ ആണെന്നില്ല വേറൊരു ജോലിക്കുള്ള ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. അതാണ് വേരിയബിൾ ആണ്. These tests are variable in nature due to the variety of job requirement. ആ ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് ഈ ടെസ്റ്റ് വ്യത്യാസപ്പെടും, വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ അല്ലേ? അങ്ങനെയാണ് 4 ടെസ്റ്റുകൾ അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. ഇനി അടുത്തതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താ? അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേട്ടം.
ഞാൻ എത്രത്തോളം നേടി അത് ടെസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം കഴിവുണ്ട് അതാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തില് ഒരാളുടെ അറിവും കഴിവും അളക്കുന്നതാണ്. ഒരു വ്യക്തി ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റില് എത്രത്തോളം പഠിച്ചു, അവരെത്രത്തോളം അത് പഠിച്ചു, എന്തെല്ലാം കഴിവുകള് അവര് നേടിയിട്ടുണ്ട്, ആ പഠിച്ചതിൽ നിന്ന് എന്തെല്ലാം കഴിവുകള്, അതാണ് അച്ചീവ്മെന്റ്. അച്ചീവ് ചെയ്യാൻ നേടുക അല്ലെ, എത്രത്തോളം കഴിവുകള് നേടിയിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതാണ് ഈ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. Okay, it is a standardized test which evaluate the knowledge level of an individual in a specific field. ഒരു പ്രത്യേക ഫീൽഡിലുള്ള ആ ഇൻഡിവിജ്വലിന്റെ നോളജ് ലെവല് ഇവാലുവേറ്റ് ചെയ്യുന്നു. അറിവ്, എത്രത്തോളം അറിവുണ്ട്, അവരെത്രത്തോളം നേടിയിട്ടുണ്ട്, അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. In which they evaluate the knowledge level of an individual in a specific field. Then compared to an aptitude test which aims at evaluating individuals' capability to learn like maths, geographic or science. തുടങ്ങിയ ആ കഴിവുകളാണ് ഇൻഡിവിജ്വലിന്റെ എത്രത്തോളം അവര് അതിനെ ലേൺ ചെയ്തു, മാത്സില്, ജിയോഗ്രഫിയില്, സയൻസ് ഇതില് എത്രത്തോളം അവര് എന്താ പഠിച്ചു അല്ലെ, എത്രത്തോളം കേപ്പബിലിറ്റി ടു ലേൺ, ഇത് എത്രത്തോളം പഠിച്ചു എന്നുള്ള, അല്ലെ എത്രത്തോളം അതിൽ അവര് കഴിവ് നേടിയിട്ടുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താ നോക്കുന്നത്, അവർ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം. Achievement test consists of the following types of test. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ജോബ് നോളജ് ടെസ്റ്റ്, വർക്ക് സാമ്പിൾ ടെസ്റ്റ്. ഇതൊക്കെയാ ജോബ് നോളജ് ടെസ്റ്റും വർക്ക് സാമ്പിൾ ടെസ്റ്റും. പേരിൽ നിന്ന് തന്നെ അറിയാം. അപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ജോബ് നോളജ് ടെസ്റ്റ്. Job knowledge test evaluate an individual's knowledge level pertaining എന്ന് പറയാ ബന്ധപ്പെട്ട്, എന്തുമായിട്ട് ബന്ധപ്പെട്ട്, ടു എ സ്പെസിഫിക് ജോബ്, ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട് ആ ഇൻഡിവിജ്വലിന്റെ നോളജ് എത്രത്തോളം ഉണ്ട് അതിന്റെ ലെവലാ നോക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് ഏതാണ് ജോബ് നോളജ് ടെസ്റ്റ്. ഇപ്പൊ എനിക്ക് ഒരു ജോലിയിലേക്ക്, ഇപ്പൊ ഇതുപോലെ ടീച്ചിങ് ഒരു ജോലിയിലേക്ക് എന്നെ അവര് വിളിക്കുമ്പോൾ എനിക്ക് ഈ ടീച്ചിങ് ഫീൽഡില് എത്രത്തോളം നോളജ് ഉണ്ട് കണ്ടോ, ആ ഒരു പർട്ടിക്കുലർ ജോബില് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് എത്രത്തോളം നോളജ് ഉണ്ട്. വേറെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ടീച്ചിങ്ങിന് ആ ഒരു ജോലിയാണെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് ആ ടീച്ചിങ് ഫീൽഡില് എനിക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, ഞാൻ എങ്ങനെ ആ ക്ലാസ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ക്ലാസ്സുകൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, എത്രത്തോളം എനിക്ക് അവിടെ എത്രത്തോളം പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ജോലിയുമായി ബന്ധപ്പെട്ട് നോളജ് ലെവല് ഇവാലുവേറ്റ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ജൂനിയർ lecturer submit an application for the post of senior lecturer in commerce department. ഒരു ജൂനിയർ ലെക്ചറർ നമ്മളെ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാണ്. ഏത് പോസ്റ്റിലേക്ക്? സീനിയർ ലെക്ചറർ ഇൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റില് സീനിയർ ലെക്ചറർ എന്ന പോസ്റ്റിലേക്ക് ഈ ജൂനിയർ ലെക്ചറർ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തു. അയാള് ജൂനിയർ ആണ്, ജൂനിയർ ലെക്ചറർ ആണ്. അദ്ദേഹം ഒരു വേക്കൻസി വന്നു അവിടെ. സീനിയർ ലെക്ചറർ എവിടെ? കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റില് സീനിയർ ലെക്ചറർ എന്ന പോസ്റ്റില് ഒരു ഒഴിവ് വന്നു. അപ്പൊ ഈ ജൂനിയർ ലെക്ചറർ അതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഹി ഈസ് സപ്പോസ്ഡ് ടു ടേക്ക് എ ടെസ്റ്റ് ഓഫ് ജോബ് റിലേറ്റഡ് ടു നോളജ്. അപ്പൊ അവന്റെ നോളജ്, ആ സീനിയർ ലെക്ചറർ പോസ്റ്റിൽ ഇരിക്കാൻ നോളജ് ഉണ്ടോ എന്നുള്ളത് നോക്കണ്ടേ. അപ്പൊ ആ ഇതുമായിട്ട് നമുക്ക് എന്ത് വേണം? അതുമായിട്ട് ഒരു ടെസ്റ്റ് വേണം. ടെസ്റ്റ് ഓഫ് ജോബ് റിലേറ്റഡ് നോളജ്, അതിനെ കുറിച്ചുള്ള ഒരു ടെസ്റ്റ് വേണം. വേർ ഹി മേ റിക്വയർ ആൻസറിങ് സം
അക്കൗണ്ടൻസി പ്രിൻസിപ്പിൾസ്. അപ്പൊ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, അദ്ദേഹത്തിന് എന്ത് ടെസ്റ്റുകളാണ് കൊടുക്കുന്ന അവിടെ, സം അക്കൗണ്ടൻസി പ്രിൻസിപ്പിൾസ് അത് ആൻസർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബാങ്കിങ് ലോസ്, ബാങ്കിങ് നിയമങ്ങള്, ബിസിനസ് മാനേജ്മെന്റ് തുടങ്ങിയ ക്വസ്റ്റ്യൻസുകൾക്ക് അവർക്ക് എന്ത് വേണം, ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. കണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് അവർ ആൻസർ പറയുകയാണെങ്കിൽ എന്താ, അവർ ഓക്കെ അല്ലേ, ആ സീനിയർ ലെക്ചറർ പോസ്റ്റില് ഇരിക്കാൻ ആ കാൻഡിഡേറ്റ്സ് ആപ്റ്റ് അല്ലേ, സ്യൂട്ടബിൾ ആണെന്ന് മനസ്സിലാക്കാം അല്ലേ. അല്ലാതെ വെറുതെ ഒഴിവ് വരുമ്പോ ജൂനിയർ ലെക്ചറിനെ പിടിച്ച് അങ്ങോട്ടേക്ക് ഇടുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത ജൂനിയർ ലെക്ചറേഴ്സിനോട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ, ഇന്റർവ്യൂ പോലെ ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാൻ പറയും. അപ്പൊ അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ആ ഒരു പൊസിഷൻ കൊടുക്കും. ക്ലിയർ ആയോ? ആ ജോലിയുമായി ബന്ധപ്പെട്ട് നോളജ് ലെവല് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ജോബ് നോളജ് ടെസ്റ്റ്. ക്ലിയർ ആണോ? ചിന്നു, പ്രീതി ഓക്കെ ആണോ? നജ്മ ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കി, വർക്ക് സാമ്പിൾ ടെസ്റ്റ്. വർക്ക് സാമ്പിൾ ടെസ്റ്റ്. Therefore, okay, this test involves assigning a part of actual work to the candidates in the form of a test. ഇവിടെ എന്താ ചെയ്യുന്നത്, ആ യഥാർത്ഥത്തിലുള്ള ജോലി അങ്ങ് കൊടുക്കുക അവർക്ക്. ഏതൊരു ടെസ്റ്റിന്റെ രൂപത്തിൽ ഒരു ജോലി അവർക്ക് കൊടുക്കുക, ഒരു വർക്ക് കൊടുക്കുക. അത് ടെസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞൊരു ജോലി കൊടുക്കും. അതാണ് ടെസ്റ്റ്. കണ്ടോ? ആൻഡ് ദ കാൻഡിഡേറ്റ് ഈസ് റിക്വയർഡ് ടു ഡു ഇറ്റ്. കാൻഡിഡേറ്റ്സിന് എന്ത് പറയും, അത് ചെയ്യാൻ പറയും, ആ ജോലി ചെയ്യാൻ പറയും. അത് ടെസ്റ്റാ ശരിക്കും. For example, an individual is applying for the vacancy of management lecturer. ഒരു ഇൻഡിവിജ്വല് നമ്മള് മാനേജ്മെന്റ് ലെക്ചറർ എന്ന വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയോട് എന്ത് പറയും? He may be asked to deliver a lecturer. ഒരു ലെക്ചറർ എടുക്കുക, ഒരു പ്രഭാഷണം അവിടെ അതിനെ കുറിച്ചൊരു ക്ലാസ് കൊടുക്കാൻ പറയുകയാണ് അല്ലെ. The management information system as a work sample test. വർക്ക് സാമ്പിൾ ടെസ്റ്റ് ആയിട്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ച് ഒരു ലെക്ചറർ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം, ഒരു ക്ലാസ് ഡെലിവറി ചെയ്യാൻ പറയും. കണ്ടോ? അതാണ് ആ ഒരു ജോലി കൊടുക്കുകയാണ്. അതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടി നന്നായിട്ട് അവിടെ പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, എന്താ, അവരെ സെലക്ട് ചെയ്യാം. ക്ലിയർ ആയോ? അത് ഒരു വർക്ക് ടെസ്റ്റ് ആയിട്ട് അങ്ങ് കൊടുക്കും. ഓക്കെ ആണോ? ഒരു വർക്ക് തന്നെ ടെസ്റ്റ് ആണെന്നുള്ള രീതി കൊടുക്കും. അതായത് ഒരു കാൻഡിഡേറ്റ്സ്, ഒരു ഇൻഡിവിജ്വല് മാനേജ്മെന്റ് ലെക്ചറർ എന്നൊരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും? ആ മാനേജ്മെന്റ് ഇൻഫർമേഷനെ കുറിച്ച് ഒരു ലെക്ചറർ, ഒരു ക്ലാസ്, ഒരു പ്രഭാഷണം നടത്താൻ പറയും അല്ലെ. അപ്പൊ ആ വർക്ക് അവർക്ക് കൊടുക്കുകയാണ്. ആ ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു വർക്ക് അവർക്ക് കൊടുക്കുക. അപ്പൊ അതിന് നന്നായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരെ ആ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യാം. Therefore, the success of an individual in his career is evaluated on the basis of knowledge pertaining to this job and actual work experience. അപ്പൊ ഒരു വ്യക്തിയുടെ ആ ജോലിനെ കുറിച്ചുള്ള അറിവും നോളജും അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് എന്താ അയാളുടെ കരിയറിന്റെ വിജയം അല്ലെ. കരിയറിന്റെ വിജയം, സക്സസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ഹിസ് കരിയർ, ആ കരിയറിന്റെ വിജയം വിലയിരുത്തപ്പെടുന്നത് അവരെത്രത്തോളം നോളജ് ഉണ്ട് ആ ജോലിയുമായി ബന്ധപ്പെട്ട്, അവർക്കുടെ വർക്ക് എക്സ്പീരിയൻസ് എന്താണ് അല്ലെ. ആ പർട്ടിക്കുലർ വർക്ക് ഒരു ടെസ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു, അതാണ് അയാളുടെ കരിയറിന്റെ വിജയം വിലയിരുത്തുന്നത്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അതിനകത്ത് അണ്ടർലൈൻ ചെയ്തിടാട്ടോ. പിന്നെ ഒരു എക്സാമ്പിൾ ആണ്, അത് രണ്ടിലും ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അടുത്ത നോക്കിയേ, മൂന്നാമത്തെ സിറ്റുവേഷണൽ ടെസ്റ്റ്. സിറ്റുവേഷണൽ ടെസ്റ്റ്. Situational tests are designed so that the person's natural response can be observed in real life condition. എന്താണ് അവിടെ പറഞ്ഞേക്കുന്നത്? ഒരു യഥാർത്ഥ ഒരു സംഭവത്തില്
അവര് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് അത് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ വ്യക്തിയുടെ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണ്, ആ വ്യക്തി ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. നമ്മൾ ജോലിയാണെങ്കിലും ആ പോസ്റ്റിൽ നമ്മൾ കയറി ജോലി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അവരവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു അറിയാൻ വേണ്ടിയിട്ടാണ്. അവരത് നല്ല രീതിയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതായത് ഒരു യഥാർത്ഥ സംഭവം റിയൽ ലൈഫ് കണ്ടീഷൻസ് അതിന് എന്താ പറയാ അവർ എത്രത്തോളം അവരുടെ ആ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഡാഷ് ടെസ്റ്റ് ആർ ഡിസൈൻഡ് so that the person natural response can be observed in real life condition. Underline ചെയ്തോ? ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അണ്ടർലൈൻ ചെയ്തെടുക്കുന്നില്ലേ നിങ്ങള്? ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. ചിഞ്ചു ഓക്കെ. These tests are based on the assumption of locating people into a practical situation. കണ്ടോ, അതൊരു പ്രാക്ടിക്കൽ പോലെയാ കൊടുക്കുന്നത്. And observing the reaction in order to learn how people respond to that particular situation. നമ്മൾ പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യൂലേ, അതായത് ഒരു സംഭവം ഒരു സിറ്റുവേഷനിൽ അവർക്കുടെ റെസ്പോണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സിറ്റുവേഷണൽ ടെസ്റ്റ് പറയുന്നത്. This test expose individual to frustration, excitement, stress, monotony or some other situation so as to exhibit their personality trait. Okay, എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? This test expose. അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ ഇൻഡിവിജ്വൽ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, ആ സംഭവത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ആണിത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻഡിവിജ്വലിന്റെ എന്തൊക്കെയാ? ഫ്രസ്ട്രേഷൻ, നിരാശ. അപ്പൊ എന്തൊക്കെയാണ് അതിൽ എക്സ്പ്ലോസ് ചെയ്യുന്നതെന്ന് പ്രദർശിപ്പിക്കുന്നത്. ആ സിറ്റുവേഷനിൽ ആ ഇൻഡിവിജ്വലിന്റെ ഫ്രസ്ട്രേഷൻ, നിരാശ, എക്സൈറ്റ്മെന്റ്, അവരുടെ എക്സൈറ്റ്മെന്റ്, ആവേശം, സ്ട്രെസ്. അപ്പൊ അവിടെ ആ ഒരു പ്രശ്നം വരുമ്പോൾ അവര് എന്താ ആ വ്യക്തിയിൽ വരുന്ന സ്ട്രെസ്, സമ്മർദ്ദം, മൊണോട്ടണി, ഒരേ രീതി മൊണോട്ടണി. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു, ആ ഒരു മെത്തേഡ് or some other situation so as to exhibit their personality trait. കണ്ടോ, അതെങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് അവര് എന്ത് ചെയ്യുന്നു, വിധേയനാക്കും. അപ്പൊ ആ ഒരു ടെസ്റ്റില് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആ ഈ വ്യക്തികളുടെ സ്വഭാവങ്ങൾ, പേഴ്സണാലിറ്റി ട്രേറ്റ്, പേഴ്സണാലിറ്റി വ്യക്തിപരമായിട്ടുള്ള സ്വഭാവങ്ങൾ. ഇപ്പൊ നമ്മള് എല്ലാവരും കൂടി ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നജിമ ചിലപ്പോ ആ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോ ഭയങ്കര സ്ട്രെസ് ആയിട്ട് തോന്നുന്ന കാര്യം ചിലപ്പോ പ്രീതിക്ക് ചിലപ്പോ ഈസി ആയിട്ട് തോന്നാം. പലരും അതിനകത്ത് എന്താ പറയാ, അതിനകത്തും ആ സിറ്റുവേഷനില് പല വ്യക്തികളുടെയും ചിന്തകള്, കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം പേഴ്സണാലിറ്റിയുടെ ഒരു വ്യക്തിത്വ സ്വഭാവങ്ങള് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും ഈ ടെസ്റ്റിലൂടെ. These tests are time consuming and costly. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ്, കുറച്ച് സമയം വേണം അല്ലെ? ഒരു സിറ്റുവേഷൻ കൊടുത്ത് ആ സിറ്റുവേഷനിൽ ഇനി അവരെങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഒബ്സർവ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കൂലേ? പ്രാക്ടിക്കലായിട്ട് തന്നെ അവർ ചെയ്യുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ ടൈം കൂടുതൽ വരും ആൻഡ് കോസ്റ്റ്ലി, ചെലവ് കൂടുതലാവും. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. സിറ്റുവേഷണൽ ടെസ്റ്റില് സമയം കൂടുതൽ വരും, ടൈമും കൂടുതൽ എടുക്കേണ്ടി വരും. These tests can be categorized into the following test. ഈ ടെസ്റ്റുകളെ നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഏതാണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ ടെസ്റ്റും ഇൻ ബാസ്കറ്റ് ടെസ്റ്റും. രണ്ട് ടെസ്റ്റുകളാണ്. ഒന്നാമത്തെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ, നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നടത്താറില്ലേ? നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടത്താറില്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഇടുന്നു, അത് എല്ലാവരും കൂടി അവിടെ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യും അല്ലെ?
അതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ജനറലി ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് യൂസ്ഡ് ടു മാനേജ് ദിസ് ടെസ്റ്റ് ബൈ റിസോൾവിംഗ് എ പ്രോബ്ലം. ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഈ ടെസ്റ്റ് കൈകാര്യം ചെയ്യുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് യൂസ്ഡ് ടു മാനേജ് ദിസ് ടെസ്റ്റ് ബൈ, എങ്ങനെയാണ് ടെസ്റ്റ് മാനേജ് ചെയ്യുന്നത്? റിസോൾവിംഗ് എ പ്രോബ്ലം. ഇപ്പൊ നമുക്കൊരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഇട്ട് തരികയാണ്. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? സോൾവ് ആക്കുന്നു, അല്ലെ? ആ പ്രശ്നം എന്താന്നുള്ളത് നമ്മൾ പലരും ചർച്ച ചെയ്തിട്ട് പരിഹരിക്കുന്നു. അപ്പൊ നോക്കിയേ, ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ candidates are evaluated in several area like initiating. ഇനി ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഈ കാൻഡിഡേറ്റ്സിന്റെ പല ഏരിയകള് ഇനിഷ്യേറ്റിംഗ്. ഇനി അത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു സബ്ജക്ട് നമുക്ക് ഇട്ട് തന്നു, അത് നമ്മൾ എങ്ങനെ അത് ഇനിഷ്യേറ്റ് ചെയ്യും, അതിനെ ആരംഭിക്കുക, മുൻകൈ എടുക്കുക, അതൊക്കെ പല ഏരിയകളെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കുടെ ഇനിഷ്യേറ്റിംഗ് എങ്ങനെയാണ്, ലീഡിങ്, ഇനി അതിനെ ലീഡ് ചെയ്യുന്ന എങ്ങനെയാണ്, സജസ്റ്റിംഗ് മീനിങ്ഫുൾ ഐഡിയാസ്, ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ആശയങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇന്റർപേഴ്സണൽ സ്കിൽ, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകള്, ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോർഡിനേറ്റ് ചെയ്യാനുള്ളത്, കൺക്ലൂഡിങ് സ്കില്ല്, ഇനി അതിനെ കൺക്ലൂഡ് ചെയ്യാനുള്ള സ്കില്ല്, ഇങ്ങനെയുള്ള പല ഏരിയകളെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതായത് ഓരോ കാൻഡിഡേറ്റ്സിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവരെങ്ങനെ അതിനകത്ത് പെർഫോമൻസ് ചെയ്യുന്നു, എങ്ങനെ ലീഡ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ഐഡിയാസ് സജസ്റ്റ് ചെയ്യുന്നു, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇങ്ങനെയുള്ളതൊക്കെ നോക്കും. എന്നിട്ട് അതിൽ ആപ്റ്റ് ആയുള്ളവരെ സെലക്ട് ചെയ്യും. മനസ്സിലായോ? ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു ഗ്രൂപ്പില് ഒരു പ്രത്യേക ഒരു സംഭവം ഇട്ട് കൊടുക്കും. അതില് പല ആളുകളും പെർഫോമൻസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. അതിൽ ബെസ്റ്റ് പെർഫോമറെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഇൻ ബാസ്കറ്റ് ടെസ്റ്റ്. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഇനി രണ്ടാമത്തെ കൂടി ഒന്ന് നോക്കി വെച്ചോ. ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ candidates are evaluated in several area like ഡാഷ്. ഏതൊക്കെ ഏരിയകളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇവാലുവേറ്റ് ചെയ്യും. അടുത്തതാണ് ഇൻ ബാസ്കറ്റ്. ഇൻ ബാസ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് in this type of test candidates are provided with the actual letters. അവർക്ക് കാൻഡിഡേറ്റ്സിന് യഥാർത്ഥത്തിലുള്ള ലെറ്ററുകള്, സെൽഫോണ്, അതുപോലെ ടെലിഗ്രാഫിക് മെസ്സേജ്, reports and other requirements by the officers of the organization, including proper information regarding to the job and the organization. ആ സ്ഥാപനത്തെ സംബന്ധിച്ച് അവർക്കുള്ള ജോലിയെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉൾപ്പെടുന്ന ഈ ലെറ്റർ, സെൽഫോണ്, ടെലിഗ്രാഫിക് മെസ്സേജ്, റിപ്പോർട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫീസേഴ്സ് കൊടുക്കും, കാൻഡിഡേറ്റ്സിന് കൊടുക്കും. അതാണ് ഇൻ ബാസ്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലെറ്റർ കൊടുക്കും, ഫോണ്, ടെലിഗ്രാഫിക് മെസ്സേജ്, റിപ്പോർട്ട്സ്, അതുപോലെ ഇങ്ങനെയുള്ള അതർ റിക്വയർമെന്റ്സ്, മറ്റാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓഫീസേഴ്സ് കൊടുക്കുക ചെയ്യുന്നുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ട എന്തിനായിട്ട്? ആ ജോലിയെ കുറിക്കുന്ന, അതുപോലെ തന്നെ ആ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ കൊടുക്കും. The candidates must use in basket information to make a decision based on the requirement outlined in the message. അപ്പൊ എന്ത് ചെയ്യും അതിനകത്ത് ഈ കാൻഡിഡേറ്റ്സ്? അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന മെസ്സേജ് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുമല്ലോ. ഇപ്പൊ ആ ലെറ്റേഴ്സിൽ നിന്നാണെങ്കിലും ആ കാര്യങ്ങള് ഇൻ ബാസ്കറ്റ് അവർക്ക് കൊടുത്തിട്ടുള്ള സംഭവങ്ങള് അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ടു മേക്ക് എ ഡിസിഷൻ, അവര് തീരുമാനം എടുക്കാണ്. ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ് ഔട്ട്ലൈൻ ഇൻ ദ മെസ്സേജ്. അതായത് ആ മെസ്സേജില് അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള, ഇപ്പൊ ഫോണിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ലെറ്ററിൽ നിന്ന് കിട്ടുന്ന ആ ജോലിനെ കുറിച്ച്, ഓർഗനൈസേഷനെ കുറിച്ചുള്ള വിവരങ്ങളുള്ള സാധനങ്ങൾ ഈ ഓഫീസേഴ്സ് കാൻഡിഡേറ്റ്സിന് കൊടുക്കും. അപ്പൊ അത് അവര് ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയാ, നമുക്ക് ആ ഒരു രൂപരേഖ പോലെ
എടുത്തിട്ട് അതിൽ നിന്നുള്ള ഡിസിഷൻ, അതിൽ നിന്ന് ഏത് കാൻഡിഡേറ്റ്സിനെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് കൊടുക്കും. അതായത് അവർക്ക് അതിന് വേണ്ട എയ്ഡ്സ് കൊടുക്കുക ചെയ്യുന്നത്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ ബാസ്കറ്റ് ടെസ്റ്റ് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡിസിഷൻ എടുക്കുക ചെയ്യുന്നത്. അവർക്ക് അതിനു വേണ്ട എയ്ഡ്സ് കൊടുക്കുന്നു, അതിൽ നിന്ന് ആ ഇൻബാസ്കറ്റ് ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് അവർ ആ ഇൻഫർമേഷൻ ഉപയോഗിക്കും. അതൊക്കെ വായിച്ചു നോക്കും, അതിൽ കൊടുത്തേണ്ട ഇൻഫർമേഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഒരു താല്പര്യ പരിശോധന. അതായത് ആ കാൻഡിഡേറ്റ്സിന് ആ ജോലിയിൽ താല്പര്യം, അവരുടെ ഇഷ്ടങ്ങള്, ഇഷ്ടാനിഷ്ടങ്ങള് അതൊക്കെ നോക്കിയിട്ട്, അതൊരു വലിയൊരു ഇതല്ലേ. നമുക്കിപ്പോ ഒരു ജോലിയിലേക്ക് കയറുന്നെങ്കിൽ എനിക്ക് ആ ജോലിയിൽ താല്പര്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഇൻട്രസ്റ്റും കൂടി ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചുള്ള ജോലി കൊടുക്കുകയാണെങ്കിൽ നല്ല സക്സസിലേക്ക് പോകാം. ഓക്കെ, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആർ ഇൻവെന്ററീസ് of all like and dislike of the candidates pertaining to their work, occupation, hobbies and some other spare time activities. കണ്ടോ, ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? കാൻഡിഡേറ്റ്സിന് ഇഷ്ടങ്ങള്, ഇഷ്ടാനിഷ്ടങ്ങള് അല്ലെ, എന്തുമായിട്ട് ബന്ധപ്പെട്ട്? അവർക്കുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, ഒക്യുപ്പേഷൻ, അതുപോലെ തന്നെ ഹോബി ആൻഡ് അതർ സ്പെയർ ടൈം ആക്ടിവിറ്റീസ്, അതായത് ഒഴിവ് സമയ പ്രവർത്തനങ്ങള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാൻഡിഡേറ്റ്സിന് ഇഷ്ടങ്ങള്, ഇഷ്ടാനിഷ്ടങ്ങള് അതിനെ കുറിച്ചുള്ള ഒരു ഇൻവെന്ററി ആണ്, അന്വേഷണമാണ്. ദ മെയിൻ objectives of this test is to identify the candidate's disinterest in the job offered to him. And the main aim എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഈ ടെസ്റ്റ്? കാൻഡിഡേറ്റ്സിന്റെ ഡിസ്ഇൻട്രസ്റ്റ്, ആ ജോലിയില് അവർക്കുടെ താല്പര്യമില്ലായ്മ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. എന്തോ ഒബ്ജക്റ്റീവ് കൂടി നോക്കി വെച്ചോ. എന്താണ്? ഐഡന്റിഫൈ ദ കാൻഡിഡേറ്റ്സ് ഡിസ്ഇൻട്രസ്റ്റ്, താല്പര്യമില്ലാത്ത കാര്യം. ഇപ്പൊ എന്നോട് അങ്ങനെ ചോദിക്കുമ്പോൾ, ഇൻട്രസ്റ്റ് ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ എന്റെ താല്പര്യങ്ങൾ ഞാൻ പറയും. അപ്പൊ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം കൂടി എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പറയുമല്ലോ അല്ലെ. അപ്പൊ അവർക്കുടെ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്, ഇൻട്രസ്റ്റ് കാൻഡിഡേറ്റ്സിന്റെ ഡിസ്ഇൻട്രസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. And to decide upon the area in which the candidate is showing interest. അതുകൂടാതെ കാൻഡിഡേറ്റ്സ് ഇൻട്രസ്റ്റ് കാണിക്കുന്ന, താല്പര്യം കാണിക്കുന്ന ഏരിയ ഏതാണെന്നും കൂടി ഡിസൈഡ് ചെയ്യാൻ പറ്റും. This test has an assumption that the interest of the candidates in the job is highly correlated with the success of that job. ശരിയല്ലേ? കാൻഡിഡേറ്റ്സിന്റെ താല്പര്യം എന്താണെന്ന് കറക്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോ നമുക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട് ആ ജോലിയുടെ വിജയത്തിലേക്ക് നയിക്കും. ഇപ്പൊ എന്നോട് ഇവിടെ വരുമ്പോൾ എന്റെ ഇൻട്രസ്റ്റ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ജോലി എനിക്ക് തന്നെയെങ്കിൽ എനിക്ക് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ആ ജോലിയിൽ എനിക്ക് സക്സസ് ആവാൻ പറ്റൂലേ? ഇനി താല്പര്യം ഇല്ലാത്ത ഒരു കാര്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജോലിയിൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ല അല്ലെ? അതാണ്. Then interest inventories are more accurate and generally do not vary after the age of 30. Interest inventory more accurate ആണ്. അതായത് നമുക്ക് ഏജ് ആഫ്റ്റർ ദ ഏജ് ഓഫ് 30, എന്താ 30 വയസ്സിന് ശേഷം നമുക്കത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആണെന്ന്. ഇപ്പൊ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുക അല്ലെ. അതായത് 30 വയസ്സിന് ശേഷം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻവെന്ററി എന്ന് പറയുന്നത് മോർ ആക്യുറേറ്റ് ആണ്, കുറച്ചും കൂടി കൃത്യതയുണ്ടെന്ന്. അപ്പൊ അത് നമ്മൾക്ക് ഒരുവിധം ഇതായല്ലോ. പിന്നെ നമുക്ക് ആ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് പിന്നെ പെട്ടെന്ന് മാറുമൊന്നുമില്ല, നമുക്കൊരു ഫിക്സ്ഡ് പോലെ ആയിരിക്കും. അതാ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കിട്ടും.
ഇനി അടുത്തതാണ് അഞ്ചാമത്തെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ആണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, വ്യക്തിത്വ പരിശോധന. ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ എന്താ, കാൻഡിഡേറ്റ്സിന്റെ താല്പര്യ മേഖല ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പൊ ആ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് അവർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന് ആ ജോലിക്ക് എന്താ പറയാ വിജയിക്കാൻ പറ്റും. അതാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് പേഴ്സണാലിറ്റി ടെസ്റ്റോ. പേഴ്സണാലിറ്റി ടെസ്റ്റ് അനലൈസ് ദ ഇൻഡിവിജ്വൽ closely to get an idea about his value system. മൂല്യവ്യവസ്ഥ, value system എന്ന് പറഞ്ഞാൽ മൂല്യവ്യവസ്ഥ. ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷൻ നമ്മുടെ വികാരങ്ങള് അല്ലെ, അതിന്റെ സ്ഥിരത. ആറ്റിറ്റ്യൂഡ് ആൻഡ് മൂഡ്സ്, അഭിരുചി, ആറ്റിറ്റ്യൂഡ് ആൻഡ് മൂഡ്, നമ്മുടെ ഒരു മൂഡ് എന്താണ്, അവസ്ഥ, മാനസികാവസ്ഥ, അതിനോടുള്ള മനോഭാവം എന്നിവയെ കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നതിന് അവരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. അല്ലെ, പേഴ്സണാലിറ്റിയാ നോക്കുന്നത്. പേഴ്സണാലിറ്റി ഇൻഡിവിജ്വലിന് എങ്ങനെയാ ക്ലോസ്ലി ടു ഗെറ്റ് ആൻ ഐഡിയ, അല്ലെ, നമ്മുടെ മൂല്യ ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, അതുപോലെ തന്നെ മൂഡ്സ്, ഈ മാനസികാവസ്ഥ തുടങ്ങിയവയെ കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നതിന് അവനെ സൂക്ഷ്മമായി, ആ പേഴ്സണെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. All of them may be expressed in the form of self-confidence, skill, emotional control. കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തേക്കുന്ന കേട്ടോ. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നോക്കിയേ. അവർക്കിടെ the personal, all of them may be expressed in the form of. അപ്പൊ ഓരോരുത്തരും അവരുടെ വ്യക്തിത്വം, അല്ലെ, വ്യക്തിത്വ പരിശോധനയാണ്, പേഴ്സണാലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അവരെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഇൻ ദ ഫോം ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. അതൊരു പേഴ്സണാലിറ്റി അല്ലേ, നല്ല പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അവർക്കിടയിൽ എക്സ്പ്രസ് ചെയ്യുന്ന നല്ല എന്താ സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ആണ്, ചിലർ നല്ല കോൺഫിഡൻസ് ആണ്, അത് അവരുടെ പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത്. സ്കില്ല്, കഴിവുകള്, അത് അവരുടെ എന്താ പറയാ പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത്, കഴിവുകള്. ഇമോഷണൽ കൺട്രോൾ, വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ഹോപ്പ്ഫുൾനെസ്, അവരുടെ പ്രതീക്ഷ. സെർട്ടിനിറ്റി എന്ന് വെച്ചാൽ അവരുടെ ഉറപ്പ്. ഫ്രണ്ട്ലിനെസ് എന്ന് വെച്ചാൽ സൗഹൃദം. കൺസിസ്റ്റൻസി, സ്ഥിരത. ഒബ്ജക്ടിവിറ്റി, എന്താ വസ്തുനിഷ്ഠ. Then അടുത്തത് ടോളറൻസ്, സഹിഷ്ണുത. ഫിയർ എന്താ പേടി. Then doubt, സംശയം. ഇനിഷ്യേറ്റീവ് എന്താ മുൻകൈ എടുക്കാൻ, ഇനിഷ്യേറ്റീവ്. Then judgment, വിധി. Then dominance എന്താ, dominance for ആധിപത്യം. Or submission എന്ന് പറഞ്ഞാൽ സമർപ്പണം. സ്പോണ്ടേനിറ്റി, സ്വാഭാവികത. റിലയബിലിറ്റി, വിശ്വസ്തത. ആൻഡ് ഫേംനെസ്, ദൃഢത. എന്നീ രൂപത്തില് കണ്ടോ, അവയെല്ലാം പ്രകടിപ്പിക്കാം. പേഴ്സണാലിറ്റി, ഒരാള് പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന പല ഫോമാണ്. ഈ രീതിയിലൂടെയൊക്കെ പേഴ്സണാലിറ്റി നമുക്ക് പറയാം. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു, ചിലർക്ക് കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ ചിലരിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അല്ലെ, ഒരു സ്ഥിരത ഇല്ലാത്തവരുണ്ട്. ആദ്യം പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല കുറച്ച് കഴിയുമ്പോൾ പറയുന്നത്. നമുക്ക് അതൊരു പേഴ്സണാലിറ്റി അല്ലേ, നല്ലൊരു സ്ഥിരത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിയർ, ചിലർക്ക് എന്ന് പറഞ്ഞാൽ പേടിയായിരിക്കും, ഭയങ്കര പേടിയായിരിക്കും എന്ത് കാര്യം ചെയ്യാൻ. അതും അവരുടെ പേഴ്സണാലിറ്റി പ്രകടിപ്പിക്കുന്നതല്ലേ. ഈ രൂപത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്ന പോയിന്റ് പറഞ്ഞില്ലേ, ഈ രൂപത്തിലെല്ലാം നമുക്ക് പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാം.
This test can be divided as the following types. രണ്ട് രീതിയിൽ നമുക്ക് ഈ ടെസ്റ്റുകൾ ഡിവൈഡ് ചെയ്യാം. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണാലിറ്റി എന്താണ്? പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഇൻഡിവിജ്വലിന്റെ അവർക്കുടെ സ്റ്റെബിലിറ്റി, ഇമോഷൻ എങ്ങനെയാണ്, ആറ്റിറ്റ്യൂഡ്, മൂഡ്സ്, വാല്യൂ, ഇതെല്ലാ കാര്യങ്ങളെ കുറിച്ച് അല്ലെ എന്നിവയെ കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നതിന് അവരെന്ത് ചെയ്യുന്നു? അവരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. അതാണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി നോക്കാണ്. ഈ രീതിയിലെല്ലാം നമുക്ക് പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാം. ഓരോരുത്തരും പല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലെ, വ്യക്തിത്വ പരിശോധന. ഓരോ പേഴ്സണിന്റെ വ്യക്തിപരമായിട്ട് അവർക്ക് ഇങ്ങനെയുള്ള ഈ രീതിയിലെല്ലാം പ്രകടിപ്പിക്കാന്നാ പറഞ്ഞേക്കണേ കേട്ടോ. പേഴ്സണാലിറ്റി പ്രകടിപ്പിക്കുന്ന, എക്സ്പ്രസ് ചെയ്യുന്ന പല രൂപങ്ങളാണ്. All of them may be expressed in the form of, ഈ രൂപത്തിലെല്ലാം പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാം. ക്ലിയർ ആയോ പറയണത്? ചില ആളുകൾ ഇതുപോലെ പെട്ടെന്ന് എന്താ പറയാ, ഈ എന്താ പറയാ, ഒരു പേടിയോ അല്ലെങ്കിൽ ഡൗട്ടോ, ചിലർക്ക് എപ്പോഴും സംശയവും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പല ഇതിനകത്തല്ലേ പല രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം, പല രൂപത്തിൽ മെഷർ ചെയ്യാന്നാ പറയുന്നത്. അടുത്ത നോക്കി, ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിന് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്, പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ദിസ് ടെസ്റ്റ് ജനറലി കൺസിസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനേഴ്സ്. ചോദ്യാവലിയുടെ രൂപത്തിലാണ് ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ. നിങ്ങൾക്ക് എക്സാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നേ, അല്ലെ? ക്വസ്റ്റ്യനും ഓപ്ഷനും അങ്ങനെയല്ലേ? അതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ. ഒബ്ജക്റ്റ് അതായത് ക്വസ്റ്റ്യനേഴ്സിന്റെ രൂപത്തിലാണ്. These tests are generally consist of a questionnaires. ചോദ്യാവലിയുടെ രൂപത്തിലാണ്. It gives the candidates multiple choices or true or false option to answer any question. ഒന്നുകിൽ മൾട്ടിപ്പിൾ ചോയ്സ്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ, 4 ഓപ്ഷൻ തരും, ഒരെണ്ണം കറക്റ്റ് സെലക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഓരോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തരുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, ഇതെങ്ങനെ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നത്? മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട്, ഓർ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ട്രൂ ഓർ ഫോൾസ് 2 ഓപ്ഷൻ കൊടുക്കും. ടു ആൻസർ എനി ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ കൊടുക്കുന്നത്. അതായത് ഒരു പ്രിന്റ് ചെയ്തിട്ട് പോലെ കുറെ ക്വസ്റ്റ്യൻ കൊടുക്കും. ഒന്നില്ലെങ്കിൽ 4 ഓപ്ഷൻസ് കൊടുക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. അതിൽ നമ്മൾ ബെസ്റ്റ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ, അങ്ങനെയായിരിക്കും. These tests are prepared in the structural form of the subject is having limited choice available to answer any question. ഇതേതാണ്? ഈ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കാൻഡിഡേറ്റ്സിന് ലിമിറ്റ് ചോയ്സ് ഉള്ളൂ അല്ലെ ആൻസർ ചെയ്യാൻ. ആ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4 ഓപ്ഷനിൽ നിന്നല്ലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഏതാണെങ്കിലും. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഒരു ആൻസർ എടുത്ത് എഴുതാൻ പറ്റുമോ അവിടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴ്? ചോയ്സ് ലിമിറ്റഡ് ചോയ്സ് അല്ലേ, 4 ചോയ്സ് ഉള്ളൂ. ആ 4 ചോയ്സിൽ നിന്ന് ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അല്ലാതെ ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ആൻസർ നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് എടുത്ത് നമുക്ക് എഴുതാം, നമ്മുടെ ഭാവനയുടെ അനുസരിച്ച് എഴുതാം. ഇത് 4 അല്ലാതെ 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ എഴുതാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല എന്താ പറഞ്ഞിരിക്കണേ. അവർക്ക് എന്താ? ലിമിറ്റഡ് ചോയ്സ് ഉള്ളൂ. ലിമിറ്റഡ് ചോയ്സ് അവൈലബിൾ ടു ആൻസർ എനി ക്വസ്റ്റ്യൻ. These tests are focused on evaluating the mental ability. എന്തിനാ ഫോക്കസ് ചെയ്തേക്കണേ? നമ്മുടെ മെന്റൽ എബിലിറ്റി എങ്ങനെയാണ്, നമ്മുടെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം, ആൻഡ് സബ്മിഷൻ, നമ്മുടെ സമർപ്പണം, ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ഈ കാൻഡിഡേറ്റ്സിന്റെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്നീ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനാണ് ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ കൊടുക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒന്നാമത്തെ സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത്. ഇറ്റ് ഗീവ് എന്ന് പറയുമ്പോൾ ഡാഷ് ടെസ്റ്റ് ഗീവ്സ് ദ കാൻഡിഡേറ്റ്സ് മൾട്ടിപ്പിൾ ചോയ്സസ് ഓർ ട്രൂ ഓർ ഫോൾസ് ഓപ്ഷൻ ടു ആൻസർ എനി ക്വസ്റ്റ്യൻ. അങ്ങനെ വേണേ കൊടുക്കാം, മനസ്സിലാക്കി വെക്കുക അതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ. ഓക്കെ, അത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുമുണ്ട്, അല്ലെങ്കിൽ യെസ് ഓർ നോ അല്ലെ, ട്രൂ ഓർ ഫോൾസ്.
എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കാൻഡിഡേറ്റ്സ് ആൻസർ ചെയ്യുക. അതെന്തിനാണ് അവർക്ക് അവരുടെ മെന്റൽ എബിലിറ്റി എങ്ങനെയാണ്, ഇൻഡിപെൻഡൻസ്, സബ്മിഷൻ, സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു. അടുത്തതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഇത് കൂടി പറയാം കേട്ടോ. പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. Projective test provide an unstructured task and ask the candidate to take a decision by utilizing the test prompt, which may be vague or unclear. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു അൺസ്ട്രക്ചറഡ് ടാസ്ക് ആണ്. ഒരു അവ്യക്തമായിട്ടുള്ള ഒരു കാര്യം കാണിക്കും. എക്സാമ്പിൾ താഴെ പറയുന്നുണ്ട് കേട്ടോ. ഒരു അവ്യക്തമായിട്ടുള്ള ഒരു കാര്യം കാണിക്കും. അതിൽ നിന്ന് കാൻഡിഡേറ്റ്സ് എന്താ മനസ്സിലാക്കുന്നത്? ആ ഒരു സംഭവം കാണിച്ചിട്ട് അതിൽ നിന്ന് കാൻഡിഡേറ്റ്സ്, അതായത് അൺസ്ട്രക്ചറഡ് ടാസ്ക്, നേരെ വൃത്തിയായിട്ടുള്ള ഒരു പടം കാണിച്ചിട്ട് എഴുതാൻ പറഞ്ഞ എല്ലാവർക്കും എഴുതാം അല്ലെ? നേരെ വ്യക്തമായിട്ടുള്ള ഒരു പടം കാണിച്ചിട്ട് എഴുതാൻ പറഞ്ഞ എല്ലാവർക്കും എഴുതാം. ഒരു മോഹൻലാലിന്റെ പടം കാണിച്ചു തന്നു, എന്നിട്ട് നിങ്ങളോട് അത് ആരാന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എഴുതും മോഹൻലാലാന്ന് പറയും. എന്നാ കണ്ണോ മുക്കോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഓരോ പാർട്സ് വേണോ ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് അത് ക്ലിയർ ആക്കാൻ പറ്റോ? ഇവിടെ എന്താ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളിൽ ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവം കാണിക്കും. എന്നിട്ട് കാൻഡിഡേറ്റ്സിനോട് അതെന്താന്ന് മെൻഷൻ ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, the candidates might require to answer what he or she is perceiving in a blot of ink on a piece of paper. നിങ്ങൾ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അറിയാം. ഒരു പേപ്പർ എടുക്കും, അതിൽ കുറച്ച് മഷി ഇങ്ങനെ കുഴഞ്ഞിടും, എന്നിട്ട് അതിങ്ങനെ മടക്കും, അതായത് ഇങ്ങനെ ഇതങ്ങനെ സ്പ്രെഡ് ചെയ്യും, ഇങ്ങനെ ഇതാകുമ്പോൾ എന്നിട്ട് അത് വിടർത്തും. എന്നിട്ട് അത് കാണിച്ചിട്ട് പറയും കാൻഡിഡേറ്റ്സിനോട് ഇതെന്താന്ന് എഴുതാൻ പറയും. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ? അപ്പൊ ആ മഷി വരുന്ന രീതികള് കേട്ടിട്ടില്ല, രാജമ്മ കേട്ടിട്ടില്ല. അതായത് ഇത്രയുള്ള സംഭവം. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ എടുക്കുന്നു, പ്ലെയിൻ പേപ്പർ, അതിൽ കുറച്ച് മഷിയൊക്കെ ഇങ്ങനെ ഇടും, എന്നിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വിടർത്തുമ്പോ പല ഷേപ്പുകളൊക്കെ വരൂലേ? അപ്പൊ അങ്ങനെ ഇത് വന്നിട്ട് നമ്മുടെ ഓരോരുത്തർക്കും ഐഡിയ വേറെ ആയിരിക്കുമല്ലോ. വേണ്ട, ഫോർ എക്സാമ്പിൾ നമ്മൾ ചില സമയത്ത് നിങ്ങൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മേഘങ്ങള് പല രീതിയിൽ കാണാൻ പറ്റും അല്ലെ? നമ്മുടെ ഓരോരുത്തരും കാണുന്ന വ്യൂ ആണത്. ചിലപ്പോ ഒരു കുതിരയുടെ പോലെ തോന്നാം അല്ലെ? അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്കൊരു കുതിരയുടെ രീതിയിലാണെങ്കിൽ അവിടെ ചിഞ്ചുവിന് അങ്ങനെയാവണമെന്നില്ല ചിഞ്ചുവിന്റെ മനസ്സിൽ വന്നത് അല്ലെ? അത് നമ്മുടെ വ്യൂ ആണ്. നമ്മൾ ആ പിക്ചറിനെ എങ്ങനെ കാണുന്നു, അത് അവ്യക്തമായിട്ടുള്ള ഒരു പിക്ചറാണ്, അൺക്ലിയർ പിക്ചർ. അതിൽ നിന്ന് ആ കാൻഡിഡേറ്റ്സ് എന്താ മനസ്സിലാക്കണേ എന്നുള്ളത് എഴുതണം കണ്ടോ. അതുപോലെ നോക്കിയേ, അല്ലെങ്കിൽ എന്താ അപ്പൊ ഇങ്ക് ബ്ലോട്ട് എന്നുള്ള രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നോക്കിയേ, ഓർ ടു ക്രിയേറ്റ് എ സ്റ്റോറി, ഇവിടെ നോക്കി ഒരു സ്റ്റോറി എഴുതാൻ പറയും. ഫ്രം എ കാർഡ് ഷോയിങ് എ ഹേസി പിക്ചർ, ഹേസി എന്ന് പറഞ്ഞാലും ഭംഗിയ picture, a hazy picture of some people who are in a particular environment such as a surgical room. Surgical room പോലെയുള്ള പ്രത്യേക ഒരു പരിസ്ഥിതിയില് അവിടെ അവ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കാണിക്കുന്നു. എന്നിട്ട് അതിന്ന് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റോറി എഴുതാൻ പറയും. നമ്മളോട് ഒരു കഥ ഉണ്ടാക്കി എഴുതാനായിട്ട് കുറച്ച് സംഭവങ്ങൾ, ഒരു പിക്ചർ ഇങ്ങനെ കാണിക്കും, അൺക്ലിയർ ആയിട്ടുള്ള പിക്ചർ കാണിച്ചിട്ട് ഒരു സംഭവങ്ങൾ, അതെന്താ അതിനെ നമ്മൾ എങ്ങനെ ക്യാച്ച് ചെയ്യുന്നു, നമുക്ക് എന്താണ് ആ പിക്ചർ കാണുമ്പോ തോന്നുന്നത്, അത് വെച്ചിട്ട് ഒരു കഥ എഴുതാൻ പറയും. നമ്മുടെ ഭാവനകൾ അറിയാൻ വേണ്ടിയാ. This test is based on the assumption that the manner of structuring and interpreting the given unclear test stimulus will represent the basic characteristics of individual personality or psychological functioning, and thus it discloses his or her needs, nervousness, and conflict. Therefore, the projective test evaluates the personality of the individual or in a direct way. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അതിനകത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, ഡാഷ് ടെസ്റ്റ് പ്രൊവൈഡ് എന്നുള്ളത്. പിന്നെ രണ്ട് എക്സാമ്പിൾ, ഒന്ന് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആയിട്ട് കൊടുക്കാം. അത് നമ്മൾ എന്താണ് ആ മഷി വരേണ്ടത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത് അതേക്കുറിച്ച് എഴുതണം. അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കാണിക്കും, ആ കാർഡ് കാണിച്ചിട്ട് നമ്മളോട് ഒരു സ്റ്റോറി എഴുതാൻ പറയും. അങ്ങനെയാണ് അങ്ങനെ നമുക്ക് നൽകിയിരിക്കുന്ന ആ ടെസ്റ്റ് അല്ലെ, അതിന്റെ ഉത്തേജനത്തിന് നമ്മുടെ ഘടനയും വ്യാഖ്യാനം,
ഒരു വ്യക്തിയുടെ ആ ഒരു മാനസിക പ്രവർത്തനത്തിലേക്ക് ഒരു അടിസ്ഥാന സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പൊ മെന്റലി ഞാൻ എന്താ മനസ്സിലാക്കിയത് അതാണ് ഞാൻ എഴുതുന്നത് അല്ലെ. അതുവഴി അവന്റെ ആവശ്യങ്ങൾ, അവർക്കുടെ നീഡ്സ് എന്താണ്, നെർവ്സ്നെസ്, അവർക്കുടെ എന്താ അസ്വസ്ഥത, സംഘർഷങ്ങള് എന്നിവയൊക്കെ വെളിപ്പെടുത്താനും പറ്റും അല്ലെ. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അവർക്കുടെ എന്താണ്, അതിന് അവരെന്താണ് ക്യാച്ച് ചെയ്തേക്കുന്നത് അല്ലെ, അവർക്കുടെ വികാരങ്ങൾ എന്താണ്, അതൊക്കെ നമുക്ക് അതിനകത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Therefore, the projective test evaluates the personality of individual in an indirect way. അതിനാൽ പ്രൊജക്റ്റീവ് ടെസ്റ്റുകള് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ എങ്ങനെയാ ഇൻഡയറക്റ്റ് രീതിയിൽ അല്ലെ, പരോക്ഷമായ രീതിയിൽ വിലയിരുത്തുന്നു. ഒരു ഇൻഡയറക്റ്റ് മാർഗത്തില് അല്ലെ, പരോക്ഷമായ രീതിയിൽ വിലയിരുത്തുന്നു. മനസ്സിലായോ? ഒരാശയം ഏകദേശം കിട്ടിയില്ലേ? ഫസ്റ്റ് സെന്റൻസ് അതിലേക്ക് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. ഇത് രണ്ടും പേഴ്സണാലിറ്റി ടെസ്റ്റിലാണ്. പേഴ്സണാലിറ്റി നമ്മൾ നോക്കുക. ഞാൻ ആ പിക്ചർ അല്ലെങ്കിൽ അത് കാണുമ്പോൾ എനിക്ക് ഒരു അവ്യക്തമായിട്ടുള്ള പിക്ചർ കാണിച്ചു കഴിയുമ്പോൾ ഞാൻ അതിന് എന്താ മനസ്സിലാക്കുന്നത്, അതേക്കുറിച്ചാണ് ഞാൻ എഴുതുന്നത് അല്ലേ. ഇതേക്കുറിച്ചല്ല ഞാൻ എഴുതുന്നത്. ഞാൻ എഴുതുവാൻ ആവണമെന്നില്ല അനു എഴുതേണ്ടത്, സുമിഷ എഴുതണത് അതുപോലെ ആവണമെന്നില്ല. അപ്പൊ നമ്മുടെ ഇമോഷൻ കാര്യങ്ങള്, നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ആണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, എത്രത്തോളം അവര് ബ്രില്യന്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ആ കാൻഡിഡേറ്റ്സ് എങ്ങനെയാണെന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിലൂടെ പറ്റുന്നു. രണ്ട് ടൈപ്പാണ് കേട്ടോ, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇനി ഡിഫറൻസ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അച്ചീവ്മെന്റ് ടെസ്റ്റും, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇതൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾ ഫുള്ളായിട്ട് ബൈഹാർട്ട് ചെയ്യണ്ട. ഇത് വായിച്ചിട്ട് ആ ടെസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ടെസ്റ്റിൽ എന്താണ് പറയുന്നത്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തതൊക്കെ ഒന്നൊക്കെ നോക്കി വെക്കാം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. താങ്ക് യു.